ഓർമ്മദീപം വിതളുപോ എൻ ജീവനേ നിന്നു കാതൻ ജന്മമേ തുടരവേ പാതകൾ എൻ ജീവനാകവേ മെല്ലെ 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 ചിരിച്ചെന്നിനവിൽ സദാ നീ നെഞ്ചിനുള്ളിൽ എന്നുമെന്നും എന്നിരവോ വാർമദീപം പൂവിതളുപോ എൻ ജീവനേ നിന്നോർമ്മകൾ ആകെ പണി വളിയില്ല. എന്റെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. ചേട്ടാ ഈ ടേബിൾ ഫ്രീ ആണോ? നമ്മൾ രണ്ടുപേരും അവിടെ കണ്ടു കഴിഞ്ഞാൽ അവർ 3 പേര് ചേർന്ന് 4 കഥയുണ്ടാക്കും. അവരിങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടോ? ഇല്ല, അവർ ഈ ഭാഗത്തേക്ക് നോക്കുന്നേ ഇല്ല. ഭാഗ്യം. പക്ഷെ നമുക്ക് പുറത്ത് പോണെങ്കിൽ ആ വഴി തന്നെ പോണ്ടേ. എന്റെ ദൈവമേ, ശരിയാണല്ലോ, എല്ലാം കൈവിട്ടു പോയി. ശരി ശരി, ഞാൻ പോയിട്ട് വാഷ്റൂമിൽ വെയിറ്റ് ചെയ്യാം. അവരെപ്പോഴാണോ ഇറങ്ങുന്നത് ആ സമയത്ത് തന്നെ വിളിച്ചാൽ മതി. ഞാൻ അപ്പോ വരാം. ഇവർക്കൊക്കെ ഈ രാത്രി വീട്ടിൽ കുത്തിരുന്നൂടെ? അത് പിന്നെ വാഷ്റൂം എവിടെ? ഇത് കിച്ചനാ. കിച്ചണാണോ? വാഷ്റൂം എവിടെ? അത് അവിടെയാ. നന്നായിട്ടുണ്ട്. ശരി, ആ മെനു കാർഡ് വാഷ്റൂം കൊണ്ടുപോയിക്കാനുള്ള സ്ഥലം. എന്റെ ദൈവമേ, ഭാഗ്യം കണ്ടില്ല. സർ ഹായ് സർ. അല്ല, നിങ്ങൾക്ക് എന്താ ഇവിടെ പരിപാടി? അത് ഈ സമയത്ത് അവിടെ നിന്ന് കണ്ടിട്ട് തിരിച്ചറിയാനേ പറ്റുന്നില്ല. അങ്ങനെയാണോ? സാറിനെ കണ്ട 18 വയസ്സായ പയ്യനെ പോലെ ഉണ്ട്. ഇപ്പൊ കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ? ഒരുപാട് സമയമായില്ലേ? സാറിന്ന് സുജിയുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സർ. ഈ സമയത്തൊക്കെ എന്നെ പുറത്തിറങ്ങി നടന്ന വീട്ടിലൊന്നും പറയില്ലേ? സർ വൈഫാണോ? വൈഫോ? ഹായ് മാം. ഹായ്. ഞങ്ങളെല്ലാം റാം സാറിന്റെ സ്റ്റുഡൻസാ. ആ അറിയാം, ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഐ മീൻ പറഞ്ഞായിരുന്നു. ആക്ച്വലി സാറിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞങ്ങൾക്ക് പോലും അറിയില്ല. അത് വേറൊന്നുമല്ല, ലവ് മാരേജ് അല്ലേ, അതുകൊണ്ട് ആരോടും പറയാഞ്ഞേ. ലവ് മാരേജോ? എന്താ, എന്തു പറ്റി? സാറിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, അതെന്താ അങ്ങനെ പറഞ്ഞേ? എങ്ങനെ പറയാതിരിക്കും? മുഖത്ത് നോക്കില്ല, ഒന്ന് ചിരിക്കില്ല. ഞങ്ങൾ എങ്ങാനും ചിരിച്ച് സമ്മതിക്കയില്ല. മതി മതി, പരിചയപ്പെട്ടതൊക്കെ മതി. പോവാൻ നോക്കിയേ, കുറെ ലേറ്റ് ആയി. പാർട്ടി പരിപാടിയൊക്കെ പെട്ടെന്ന് നിർത്തിട്ട് വീട്ടിൽ പോകാൻ നോക്ക്. ചീത്ത പറയുന്നേ? നിങ്ങൾ വന്ന് ഇവിടെ ഇരിക്കേ. അല്ല വേണ്ട, അത് കണ്ടില്ല മാം ഉള്ളപ്പോ പോലും. അതൊന്നും സാരമില്ല, മോള് ധൈര്യമായിട്ട് പറഞ്ഞു. എവിടെ പറഞ്ഞിർത്തിയേ? അത് തന്നെ, ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ചിരിക്കാൻ പാടില്ല, സ്ലീവ്ലെസ് ഇടാൻ പാടില്ല. ഇതിലും ഭേദം എന്റെ അച്ഛനാന്നേ. അവൻ അങ്ങനെ തന്നെയാ. ഇനി പെൺകുട്ടികളോട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ അല്ലേ? മാം, സാരെങ്ങനെ മാമിനെ പ്രേമിച്ചെന്ന് പറ. ഞങ്ങള് സ്കൂൾ ടൈം മുതൽ സ്നേഹിക്കുന്നവരാ. കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഹൈസ്കൂൾ മുതല്. സ്കൂള് തൊട്ടോ? സാറിന് നാണമൊക്കെ വരുവോ? എന്താ മാം,
മാം എപ്പോഴാ ഇത് ആക്സെപ്റ്റ് ചെയ്തത്? അന്ന് തന്നെ, ആ നിമിഷം തന്നെ എന്നോട് പറഞ്ഞ ഉടനെ. മാമിന്റെ ഈ ഭംഗിക്ക് ഒരാഴ്ചയെങ്കിലും വട്ടം കറക്കണായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ പറയാനേ തോന്നിയുള്ളൂ. അങ്ങനെ തോന്നുള്ളൂ. മാം സാർ എങ്ങനെ പ്രൊപ്പോസ് ചെയ്തെന്ന് പറ പ്ലീസ് മാം, അതൊന്ന് പറയോ? അത് കേട്ടിട്ട് ഞങ്ങൾ അപ്പൊ തന്നെ പോക്കോളാം. കുത്തി കുത്തി ചോദിക്കാണല്ലോ, വായടിച്ചിരുന്നോടെ. ബർത്ത്ഡേ ഗിഫ്റ്റ് മാം പ്ലീസ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂൾ ലൈഫ് അടിപൊളിയായിരുന്നു. എല്ലാരും അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ സമയത്താണ് ആരോടും ഒന്നും പറയാതെ റാം ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോയത്. എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല. എന്റെ മുഴുവൻ സന്തോഷം കൊണ്ട് അന്നവൻ പോയത്. ഞാൻ കോളേജിൽ ചെന്നിട്ടും എന്റെ മനസ്സിൽ നിന്ന് അവൻ പോകുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാ എന്റെ ഹൃദയം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ റാം എന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന്. ഞാനില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല എന്ന്. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നും. പക്ഷെ നമ്മുടെ മനസ്സ് എന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. എന്റെ അവസ്ഥയൊന്നും അങ്ങനെ തന്നെയായിരുന്നു. എക്സ്ക്യൂസ് മീ, സെക്കൻഡ് ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് എസ് ജാനകി വാസുദേവനെ ഒന്ന് വിളിക്കോ? എനിക്ക് ആ കുട്ടിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ ലൈൻ വല്ലതാണോ? അതെ, ലൈൻ തന്നെ. ഹെൽപ്പ് ചെയ്യാം, പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ. തന്റെ പേരെന്താ? ഗീത. ഗീത, താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം. സെക്കൻഡ് ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് എസ് ജാനകി വാസുദേവൻ. പോയി രാമചന്ദ്രൻ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറ. ഗീത, താങ്ക്സ്. ഉം. അല്ല ജാനകി നിങ്ങളല്ലേ? രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാള് നിങ്ങളെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ഗേറ്റിനടുത്ത് നിൽക്കുക. അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരുന്നു. അതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്റെ റാം എന്നെ അന്വേഷിച്ചു വന്നു. ഈ ലോകം തന്നെ എനിക്ക് നിശ്ചലമായ പോലെ ആയിരുന്നു. എന്നെ അന്വേഷിച്ചു വന്നത് എന്റെ രാമചന്ദ്രനാണെന്ന് അറിഞ്ഞപ്പോ പിന്നെ എനിക്ക് അവിടെ നിന്ന് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് അവന്റെ അടുത്ത് എത്തണമായിരുന്നു. 4 വർഷത്തിന് ശേഷമാ ഞാൻ അവനെ കാണാൻ പോകുന്നത്. ഇല്ലേ, ഇനി പോവാൻ നോക്കി. നടക്ക നടക്ക. ഓക്കെ, ടേക്ക് കെയർ. അതെ, ഒന്നിങ്ങ് വന്നേ, ഒരു മിനിറ്റ്. രാത്രി സമയത്ത് കേക്ക് വീട്ടിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റില്ലേ? 12 മണിക്ക് ഫുള്ള് മേക്കപ്പ് ഇട്ട് ഇവിടെ തന്നെ വന്ന് കട്ട് ചെയ്യണോ? ചെല്ല്, വേഗം വീട്ടിൽ ചെന്നിട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ എനിക്കൊരു മെസ്സേജ് അയക്കേ. ചെല്ല്. സർ, ജോഡി സൂപ്പർ. ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ, വെറുതെ മനുഷ്യൻ നാണം കെടുത്താനായിട്ട്. ഇതുവരെ കത്തി വെച്ചത് എന്താണോ എന്തോ. സർ, യു ആർ സോ ലക്കി. ആയിക്കോട്ടെ, ഗുഡ് നൈറ്റ്. ചെല്ല്. അതെ, പോവാൻ നോക്ക്. ചെല്ല്, വേഗം വീട്ടിൽ ചെന്ന് കയറ്. ഓരോ തോന്നിവാസം കാണിച്ച് നടന്നോളൂ. ചെല്ല്. ജാനു, ഇറങ്ങിയാലോ? സമയമായി.